അനന്തപുരിക്ക് ഇന്നത്തെ രാവ് ഉറക്കമില്ലാത്ത രാവാണ്. ഇന്നത്തെ രാവ് പുലരുമ്പോൾ അനന്തപുരിയിൽ ആറ്റുകാൽ പൊങ്കാലയാണ്. അവസാനവട്ട ഒരുക്കങ്ങളിലാണ് തലസ്ഥാന നഗരം ഒന്നാകെ. എല്ലായിടത്തും നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച നിരന്നിരിക്കുന്ന അടുപ്പുകൾ, അതായത് ചുടുകട്ട കൊണ്ട് അടുപ്പ് കൂട്ടി ചിലരൊക്കെ അതിൻ്റെ അടുത്ത് മൺകലങ്ങൾ വെച്ചു കഴിഞ്ഞു. ചിലയിടങ്ങളിൽ ദൂരെ നിന്ന് വന്ന് റോഡിൽ തന്നെ കഴിയുന്ന ചില അമ്മമാരെയും കുഞ്ഞുങ്ങളടക്കം ചില അമ്മമാരെയും സ്ത്രീകളെയും ഒക്കെ കാണാൻ സാധിക്കും. ശരിക്കും പറഞ്ഞാൽ അമ്പലത്തിൻ്റെ പരിസരത്തുള്ള സകല വീടുകളും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി തുറന്നു കൊടുക്കുന്ന ദിവസങ്ങളാണ് ഇത്. ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്നവർ, അമ്പലത്തിനടുത്ത് അല്ലാത്തവർ, അവർക്കൊക്കെ ഈ വീടുകൾ അഭയ കേന്ദ്രങ്ങളാണ്. ഇവർക്ക് വേണ്ട ഭക്ഷണം, ഇവർക്ക് വേണ്ട വെള്ളം, എന്തിന് അവർക്കൊരു താമസ സൗകര്യം ഒരുക്കാൻ കൂടി ഈ വീട്ടുകാരെല്ലാം തയ്യാറാകുന്നു എന്നതാണ് ആറ്റുകാൽ പൊങ്കാലയുടെ മഹിമ. കുളിക്കാനുള്ള സൗകര്യങ്ങൾ, അവർക്ക് ടോയ്ലറ്റ് സൗകര്യങ്ങൾ, അവർക്ക് എന്ത് വേണം എന്ന് പറഞ്ഞാൽ മാത്രം മതി. എന്തിനും സന്നദ്ധരായി നിൽക്കുന്ന ഒരുപാട് കുടുംബങ്ങൾ ഈ അമ്പലത്തിന് ചുറ്റുമുണ്ട്. അമ്പലത്തിന് ചുറ്റും മാത്രമല്ല, എവിടെയൊക്കെ പൊങ്കാല നടക്കുന്നോ ആ പൊങ്കാല നടക്കുന്ന ഇടങ്ങളിലെല്ലാം ഉള്ള വീട്ടുകാർ അവരുടെ വീടിൻ്റെ വാതിലുകൾ ഇവർക്കായി തുറന്നു വെച്ചിരിക്കുന്ന ദിവസം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല. പലപ്പോഴും പറയാറുണ്ട്, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത് ഒരു കൂട്ടായ്മയുടെ, ഒരു കൂടിച്ചേരലിൻ്റെ ദിവസങ്ങളാണ് എന്നത്. അത് ശരിക്കും എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ ഇതുവരെ ആറ്റുകാൽ പൊങ്കാല സമയത്ത് തിരുവനന്തപുരത്ത് വന്നിട്ടില്ലാത്തവർ ഒരു തവണയെങ്കിലും വന്ന് നോക്കണം. കാരണം അത്രമാത്രം മനോഹരമായ ഒരു പ്രദേശം ഒന്നടങ്കം ഐക്യപ്പെട്ടിരിക്കുന്ന ഒരു ദിവസമാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. മറ്റൊന്ന് പറയുകയാണെങ്കിൽ, ഈ ദിവസങ്ങളിൽ ആർക്കും വിശപ്പ് എന്താണ് എന്നറിയില്ല. കാരണം വെള്ളം വേണം എന്നുള്ളവർക്ക് ശീതളപാനീയങ്ങളായിട്ടും അതുപോലെ സംഭാരമായിട്ടും ശുദ്ധജലമായിട്ടും ഇനി ഔഷധമൊക്കെ ഇട്ട് തിളപ്പിച്ച കുടിവെള്ളമായിട്ടുമൊക്കെ ഇഷ്ടംപോലെ വെള്ളം, അതോടൊപ്പം തന്നെ ഭക്ഷണം, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ്, ഉച്ചയ്ക്കുള്ള ഭക്ഷണം, അത് പലയിടത്തും സദ്യ തന്നെയായിരിക്കും. അതുപോലെയുള്ള ഭക്ഷണം, അങ്ങനെ എല്ലാവർക്കും ഭക്ഷണം യഥേഷ്ടം ലഭിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ തലസ്ഥാന നഗരി ഒന്നടങ്കം ഭക്ഷണ പുരകളാകുന്ന ഒരു ദിവസം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. ഇനി നമ്മുടെ പോലീസുകാരുടെയും ഫയർഫോഴ്സിൻ്റെയും ഒക്കെ അവരുടെ സേവനത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ, ഇന്നത്തെ ആ ഒരു ദിവസം, ആറ്റുകാൽ പൊങ്കാലയുടെ ആ ഒരു ദിവസം എല്ലാ പോലീസുകാരും വളരെ സോഫ്റ്റായിട്ട് പെരുമാറുന്നവരായിരിക്കും. എന്താവശ്യമുണ്ടെങ്കിലും അവരുടെ വാക്കുകൾ കേട്ട്, ആവശ്യക്കാരുടെ വാക്കുകൾ കേട്ട് അവരെ സഹായിക്കാൻ സന്നദ്ധരായി നിൽക്കുന്ന പോലീസുകാർ, ഫയർഫോഴ്സുകാർ, എല്ലാവർക്കും ഒരു മന്ത്രം മാത്രമേ ഉള്ളൂ, സഹായിക്കുക എന്ന ആ ഒരു മന്ത്രം മാത്രമുള്ള പോലീസുകാർ, ഫയർഫോഴ്സുകാർ. അത്തരത്തിൽ എല്ലാ ഒരുക്കങ്ങളും അമ്പലത്തിന് ചുറ്റുപാടും എന്ന് മാത്രമല്ല, എവിടെയൊക്കെ പൊങ്കാല കലങ്ങളുണ്ടോ അവിടെയെല്ലാം പോലീസുകാരുടെ സേവനമുണ്ട്. വൈദ്യരംഗത്തെ, ആരോഗ്യരംഗത്തെ പ്രവർത്തകരുണ്ട്, ഡോക്ടർമാരുണ്ട്. മരുന്ന് നൽകാൻ ആവശ്യമുള്ള മരുന്ന് ആവശ്യമുണ്ടെങ്കിൽ, എന്തെങ്കിലും ഒരാൾക്കൊരു വൈദ്യസഹായം ആവശ്യമുണ്ടെങ്കിൽ അതിന് സന്നദ്ധരായി ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു സന്നദ്ധ പ്രവർത്തകരുടെ ഒരു സംഘത്തെ പലയിടങ്ങളിലും നമുക്ക് ഈ ദിവസങ്ങളിൽ കാണാൻ സാധിക്കും. മറ്റൊന്ന് പറയുകയാണെങ്കിൽ, കോർപ്പറേഷൻ ജീവനക്കാരുടെ കാര്യങ്ങളാണ്. അവർ ഈ പൊങ്കാല തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നാടും നഗരവും ഒക്കെ വളരെ മനോഹരമായി വൃത്തിയാക്കി കഴിഞ്ഞു. ഒരു ചവറ് പോലും ഇല്ലാതെ പൊങ്കാലക്കലങ്ങൾ നിരത്തുന്നിടത്തെല്ലാം വളരെ നീറ്റാക്കി കഴിഞ്ഞു. ഇനി നാളെ പൊങ്കാല കഴിഞ്ഞാൽ ഇവരൊരു അത്ഭുതം തന്നെയാണ് ഇവിടെ സൃഷ്ടിക്കുക. നിമിഷ നേരം കൊണ്ട് തന്നെ ഈ പൊങ്കാലയുടെ ആ പൊങ്കാല അവിടെ നടത്തിയതിന് ശേഷം അവിടെ ഉള്ള സകല അവശിഷ്ടങ്ങളും വേസ്റ്റുകളും മാലിന്യങ്ങളും എല്ലാം അവർ നിമിഷ നേരം കൊണ്ട് ക്ലിയർ ചെയ്യുന്ന ഒരു മാജിക് കൂടി കോർപ്പറേഷൻകാരുടെ വശമുണ്ടാകും. അപ്പോൾ എല്ലാവരും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ എല്ലാവരും സജ്ജരായി നിൽക്കുകയാണ് ആറ്റുകാൽ പൊങ്കാലയുടെ ആ ഏതാനും നിമിഷങ്ങൾ അവശേഷിക്കുന്ന ഈ അവസരത്തിൽ. മറ്റൊന്ന്, അമ്പല പരിസരത്ത് ഒരുപാട് പേർ, അമ്പല പരിസരം ഇന്നിപ്പോൾ നമ്മൾ നോക്കുമ്പോൾ അമ്പല പരിസരം മുഴുവൻ ക്ഷേത്രവും ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുമെല്ലാം അടുപ്പുകൾ കൊണ്ടും മൺകലങ്ങൾ കൊണ്ടും അതുപോലെ പൊങ്കാല ഇടാൻ വരുന്നവരെ കൊണ്ടും നിറഞ്ഞു കഴിഞ്ഞു. ഇപ്പോൾ അമ്പല പരിസരത്ത് നിന്ന് തുടങ്ങി അങ്ങ് നമുക്കറിയാം കഴക്കൂട്ടം എന്ന് പറയുന്ന പ്രദേശം അറിയാം, കഴക്കൂട്ടം വരെ അല്ലെങ്കിൽ അതിനപ്പുറമൊക്കെ ഇപ്പോൾ പൊങ്കാലക്കലങ്ങൾ നിരന്നിരിക്കണം. അത്രമാത്രം ഖ്യാതി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഓരോ വർഷവും കൂടിക്കൂടി വരികയാണ്. ശരിക്കും എല്ലാവരും പറയുന്നത്, അമ്പലത്തിനടുത്ത് പൊങ്കാല ഇടാൻ ഒരു അവസരം കിട്ടിയാൽ അത് ജീവിതത്തിലെ വലിയ ഒരു സൗഭാഗ്യമായിട്ടാണ് എല്ലാവരും കാണുന്നത്. എത്രത്തോളം അമ്മയുടെ അടുത്തിരുന്ന് പൊങ്കാല ഇടാൻ സാധിക്കുമോ അത് അത്രത്തോളം അനുഗ്രഹമായിട്ടാണ് ഓരോ ഭക്തരും കരുതുന്നത്. പക്ഷേ എല്ലാവർക്കും അങ്ങനെ ഒരു ഭാഗ്യം
ഭാഗ്യം ലഭിക്കാറില്ല. അങ്ങനെ ഭാഗ്യം ലഭിക്കുന്നവരെ മറ്റുള്ളവർ നോക്കി അസൂയപ്പെടാറുമുണ്ട്. പക്ഷെ എവിടെ ഇരുന്നാലും അമ്മ എന്ത് പ്രാർത്ഥിച്ചാലും വിളി കേൾക്കും എന്ന ആ ഒരു മനസ്സിലെ ചിന്തയോടുകൂടി പൊങ്കാല ഇടുന്നവരാണ് അധികവും. എല്ലാവർക്കും ഇപ്പോൾ അമ്പലം വരെ പോകാൻ സാധിക്കില്ല, അല്ലെങ്കിൽ അവിടെ വേണ്ടപ്പെട്ടവരുണ്ടാകില്ല, പരിചയക്കാരുണ്ടാകില്ല, അങ്ങനെ ഒരു സ്ഥലം കിട്ടില്ല എന്നൊക്കെ വിചാരിക്കുന്നവർ അവർക്ക് കിട്ടുന്ന സ്ഥലത്ത് തൃപ്തിപ്പെട്ട് അവിടെ വളരെ മനോഹരമായി അമ്മയെ പ്രാർത്ഥിച്ച് അമ്മയ്ക്ക് പൊങ്കാലയിട്ട് അർപ്പിച്ചു പോവുകയാണ് ചെയ്യുക. എന്തായാലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് ഇനിയിപ്പോൾ ഏതാനും മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ. എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. അമ്പലത്തിൽ ഒരു നേരമെങ്കിലും, അമ്പലത്തിൽ ഇന്നത്തെ ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് അമ്പലത്തിനകത്ത് കടന്ന് ദേവിയെ ഒന്ന് കണ്ടിട്ട് പോകാൻ ആഗ്രഹിച്ച് അവിടെ അമ്പല പരിസരത്ത് കാത്തു നിൽക്കുന്നവർ നിരവധിയാണ്. ഒരുപാട് തിരക്കുള്ള ഒരു ദിവസമായിരുന്നു ഇന്ന്. നാളെ ആർക്കും അമ്പലത്തിനകത്ത് കയറി കാണാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ ചുരുക്കം ചിലർക്ക് മാത്രമേ സാധിക്കൂ. അതും വളരെ ഭാഗ്യമുള്ളവർക്ക് മാത്രമേ ലഭിക്കൂ എന്നാണ് ഭക്തരെല്ലാവരും വിശ്വസിക്കുന്നത്. എന്നാലും നാളെയും അമ്പലത്തിനകത്ത് കയറാൻ ധാരാളം ആൾക്കാർ തിരക്ക് കൂട്ടുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിക്കും. ഇതിൻ്റെ എല്ലാം കാരണദായിനിയായ ആറ്റുകാലമ്മ വളരെയധികം പുഞ്ചിരിയോടുകൂടി അനുഗ്രഹം ചൊരിഞ്ഞ് ആറ്റുകാൽ അമ്പലനടയിൽ മനോഹരിയായി എല്ലാ ഭക്തരെയും തൻ്റെ 2 കരങ്ങൾ നീട്ടി സ്വീകരിക്കുന്ന കാഴ്ചയാണ് ഈ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത്തവണയെങ്കിലും ഒരു തവണയെങ്കിലും മാത്രം എനിക്ക് പൊങ്കാല ഇട്ടാൽ മതി എന്ന ആഗ്രഹത്തോടു കൂടി വരുന്ന ഒരുപാട് പേർ ആ പൊങ്കാല ഇട്ട് ആ പൊങ്കാല നേദ്യം സമർപ്പിച്ച് കഴിയുമ്പോഴേക്കും ആഗ്രഹിക്കുന്നത് എനിക്ക് അടുത്ത തവണയും വരാൻ സാധിക്കണേ അമ്മേ എന്നാണ്. ആ പ്രാർത്ഥനയോടുകൂടിയാണ് അവർ ഓരോരുത്തരും പൊങ്കാലയിട്ട സംതൃപ്തിയോടുകൂടി പൊങ്കാല കലങ്ങളുമായി അവരുടെ വീടുകളിലേക്ക് അമ്മ നൽകിയ ഐശ്വര്യവുമായി മടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്ന ആ മഹനീയ കാഴ്ച, ആ കാഴ്ചയ്ക്ക് സാക്ഷികളാകുന്നത് തന്നെ വളരെ ഭാഗ്യം ചെയ്തവർക്ക് മാത്രം, പുണ്യം ചെയ്തവർക്ക് മാത്രം സിദ്ധിക്കുന്ന ഒരു അവസരം കൂടി തന്നെയാണ്. ആ കാഴ്ചയ്ക്ക് കാത്തിരിക്കുകയാണ് ഇന്നു പുലരുമ്പോൾ തിരുവനന്തപുരം ഒട്ടാകെ. ന്യൂസ് ഡെസ്ക് കർമാനസ്.